ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിലെ സന്ദർശനം നാളെ ആരംഭിക്കും. ആദ്യ ദിവസം ഹരിയാനയിലെ ഹിസാറിലെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ബ്രഹ്മകുമാരീസിന്റെ ആത്മീയ പരിപാടിയിലും സംബന്ധിക്കും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം നാളെ ആരംഭിക്കും. ഏപ്രിൽ 4 വരെ നീണ്ടുനിൽക്കുന്ന സമ്മേളനത്തിൽ 20 സിറ്റിംഗുകൾ ഉണ്ടാകും. 2025-26 വർഷത്തെ ധനാഭ്യർത്ഥന, ധനവിനിയോഗ ബിൽ എന്നിവയിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും ഈ പാദത്തിൽ നടക്കും. അടുത്ത മാസം 4 വരെയാണ് സമ്മേളനം. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നാളെ ആരംഭിക്കുന്ന കമ്മീഷൻ ഓൺ ദി സ്റ്റാറ്റസ് ഓഫ് വുമൺ CSWന്റെ 69ാമത് സെഷനിൽ കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം പങ്കെടുക്കും. സെഷനിൽ സ്ത്രീകളുടെ സമഗ്ര വികസനത്തിനും ശാക്തീകരണത്തിനുമായി ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന വിപ്ലവകരമായ ആശയങ്ങൾ അവതരിപ്പിക്കും. ഈ മാസം 21 വരെയാണ് സെഷൻ. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ ഭാര്യ ഡോക്ടർ സുദേഷ് ധൻഖറുമായി സംസാരിച്ചു. ഉപരാഷ്ട്രപതി വേഗത്തിൽ സുഖം പ്രാപിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗോത്രവിഭാഗത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. വിവിധ ഗോത്ര സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ വയനാട് കൽപ്പറ്റയിൽ സംഘടിപ്പിച്ച ഗോത്രപർവം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPIM സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദനെ വീണ്ടും തെരഞ്ഞെടുത്തു. പിണറായി വിജയൻ, EP ജയരാജൻ, TM തോമസ് ഐസക്, KK ശൈലജ, TP രാമകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ്, CS സുജാത എന്നിവരുൾപ്പെടെയുള്ള 89 അംഗ കമ്മിറ്റിയെയും 17 അംഗ സെക്രട്ടേറിയറ്റിനെയും കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. സംസ്ഥാന കമ്മിറ്റിയിൽ യുവജനങ്ങൾക്കും വനിതകൾക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പുതുവെല്ലുവിളികൾ ഒറ്റക്കെട്ടായി നേരിടാൻ പാർട്ടിയെ സജ്ജമാക്കുക എന്ന ചുമതലയാണ് സംസ്ഥാന സമ്മേളനത്തിലൂടെ പാർട്ടി പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് MV ഗോവിന്ദൻ. CPIM സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ADM K നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ തയ്യാറാക്കിയ റിപ്പോർട്ട് ആവശ്യമെങ്കിൽ പോലീസിന് കൈമാറുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ റിപ്പോർട്ട് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണത്തിലേക്കില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ADMന്റെ മരണത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കണ്ണൂർ വള്ളിയായിൽ കാട്ടുപന്നികളെ പിടികൂടുന്നതിനായി ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകൻ മരിച്ച പശ്ചാത്തലത്തിൽ മന്ത്രി AK ശശീന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ഇന്ന് രാവിലെ മുതൽ പ്രദേശത്ത് തിരച്ചിൽ ആരംഭിച്ചു. അംഗീകൃത ഷൂട്ടർമാരുടെ സഹായത്തോടെയാണ് തിരച്ചിൽ. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായി മലപ്പുറം സ്വദേശി ഡോക്ടർ അൻവർ അമീൻ ചേലാട്ട് രണ്ടാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടു. ഗോവയിൽ നടന്ന സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗിലാണ് തീരുമാനം. നിലവിൽ കേരള സ്റ്റേറ്റ് അത്ലറ്റിക് അസോസിയേഷന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. ശബരിമലയിൽ മീനമാസ പൂജയ്ക്കായി വെള്ളിയാഴ്ച നട തുറക്കുമ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പുതിയ ദർശന പരിഷ്കാരം നടപ്പിലാക്കുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. കൊടിമരത്തിന്റെ ഇരുവശത്തുകൂടി ഭക്തരെ കടത്തിവിട്ട് ബലിക്കൽപുര വഴിയാകും പുതിയ ദർശന വഴി. തീർത്ഥാടകർക്ക് ദർശന സമയം കൂടുതൽ ലഭിക്കാൻ ഇത് അവസരമൊരുക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSCയുടെ ഏഷ്യ യൂറോപ്പ് കപ്പൽ സർവീസ് നെറ്റ്വർക്കായ ജെയ്ഡ് സർവീസിൽ ഇനി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും. ജെയ്ഡ് സർവീസിലെ ആദ്യ മദർഷിപ്പ് MSC മിയ ഇന്ന് പുലർച്ചെ വിഴിഞ്ഞത്ത് സുഗമമായി ബെർത്ത് ചെയ്തു. MSC മിയ നാളെ വിഴിഞ്ഞത്ത് നിന്ന് മടങ്ങും. രാജ്യത്തെ 58ാമത് കടുവ സങ്കേതമായി മധ്യപ്രദേശിലെ മാധവ് ദേശീയോദ്യാനത്തെ തെരഞ്ഞെടുത്തതായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഇതോടെ സംസ്ഥാനത്തെ കടുവാ സങ്കേതങ്ങളുടെ എണ്ണം 9 ആയി. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരളയ്ക്ക് ജയം. എവേ മത്സരത്തിൽ രാജസ്ഥാൻ FCയെ എതിരില്ലാത്ത 3 ഗോളിനാണ് ഗോകുലം പരാജയപ്പെടുത്തിയത്. ICC ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യയ്ക്ക് 252 റൺസ് വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 153 റൺസ് എടുത്തിട്ടുണ്ട്. ഖേലോ ഇന്ത്യ ശൈത്യകാല ഗെയിംസ് 2025ന്റെ രണ്ടാം ഘട്ട മത്സരങ്ങൾക്ക് ജമ്മുകാശ്മീരിലെ ഗുൽമാർഗിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ 550ലധികം കായിക താരങ്ങൾ പങ്കെടുക്കും. ആദ്യ ദിവസമായ ഇന്ന് ആൽപൈൻ സ്കീയിംഗ്, സ്നോ ബോർഡിംഗ് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.